കുഴപ്പമില്ല. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ഈ അഹമ്മദ് മന്ത്രിയുടെ 2 മക്കൾ ക്രിസ്ത്യൻ വനിതകളെയാണ് വിവാഹം ചെയ്ത് തലയിൽ കത്തല്ല. മുസ്ലിം ലീഗ് ചേർന്നാൽ ഏത് കോലവും കെട്ടാം, എന്നാ ഒരു കുഴപ്പമില്ല. നമ്മളെ കൂട്ടത്തിൽ ചിലർ ലീഗ് ചേർന്ന പോലെ നോക്കേണ്ടികൾ ഈ പറഞ്ഞ എല്ലാ ദോഷവും പോലെ അതിനവിടെ സൗകര്യം കണ്ടിട്ട് അവിടെ പോയത് ആളെ പേര് ഞാൻ പറയില്ല. തലയിൽ തട്ടല്ലാത്തത് അപ്പൊ വലിയ കേസ്. എന്റെ കുഞ്ഞാലിക്കുട്ടി എത്ര കുട്ടികളെ തട്ടം കീഴി. ഇതൊക്കെ അംസാക്ക നാളെ റോട്ടിലിറങ്ങിയ പറയാൻ പോണ കേസാണ്, മനസ്സിലായിക്കോ. ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഒരു സൂചന തന്നേ ഉള്ളൂ ഞാൻ. പിന്നെ മുസ്ലിം സ്ത്രീ രംഗത്ത് വരാൻ പാടുണ്ടോന്നാ ചരിത്രത്തിൽ നിന്ന് ഒറ്റ സംഗതി ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അബൂബക്കർ 2 കൊല്ലം ഭരിച്ചു, ഉമർ 12 കൊല്ലം ഭരിച്ചു, ഉസ്മാൻ 10 കൊല്ലം ഭരിച്ചു. ഉസ്മാനെയും അബൂബക്കറെയും കൊലപ്പെടുത്തി. അവസാനം അധികാരത്തിൽ വരാൻ പോകുന്നത് നബിയുടെ മകളുടെ ഭർത്താവും നബിയുടെ മൂത്താപ്പന്റെ മകനുമായ അലി ഇബ്നു അബീ താലിബാണ്. അദ്ദേഹം ഖലീഫയായ സ്ഥാനമേറ്റ അന്ന് അദ്ദേഹത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ആരാണ് ആ യുദ്ധത്തിന്റെ നേതാവ് എന്ന് നിങ്ങൾക്കറിയോ? നബിയുടെ പുന്നാര ഭാര്യ ഐഷ ബീവി. ഐഷ ബീവി ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം പ്രഖ്യാപിച്ച് അലിക്കെതിരായി നേരിട്ട് ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് ഐഷ ബീവി അമ്പയ്യാണ്. ആരെ? അലിയെ. ഐഷ ബീവി ആരാണ്? ഇസ്ലാമിക പണ്ഡിത, ഖുർആൻ വ്യാഖ്യാതാവ്, ഹദീസിന്റെ ഏറ്റവും വലിയ വക്താവ്. അവരാണ് ജമൽ യുദ്ധം എന്നാണ് ആ യുദ്ധത്തിന് പേര്. ജമൽ ഒട്ടകപ്പുറത്ത് കയറി എന്നുള്ള യുദ്ധം. അലിയോട് യുദ്ധത്തിൽ തോറ്റു, ഒട്ടകം ചത്തു. അലി ഐഷ ബീവിയെ അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കിൽ താമസിപ്പിച്ചു. അപ്പൊ നബിന്റെ ഭാര്യയ്ക്ക് യുദ്ധം ചെയ്യാനേ, അതും സ്വന്തം മകളുടെ ഭർത്താവിനോട്. ഐഷ അലി വിവാഹം ചെയ്ത് ഫാത്തിമയാണ്. ഫാത്തിമയുടെ ഉമ്മ വേറെയാണെങ്കിലും ഇളയമ്മയാണല്ലോ. നേരിട്ടാണ് യുദ്ധം. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചരിത്രത്തിൽ ഒരുപാട്, ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ നിർത്തിയാണ്. സൈനാത്ത പേടിക്കേണ്ട അവസാക്കണ്ട ഒപ്പം ഒരു തടസ്സമില്ല. ഇതിനൊക്കെ ആവശ്യമുള്ള വർത്താനം നമുക്ക് പറയാം. അല്ലേ ഞാനിപ്പോ ആ കാര്യം പറയുന്നുള്ളൂ. എന്തെല്ലാം പ്രചരണങ്ങളാണ്. നോക്കൂ, നർഗീസ്, ഫാത്തിമ എന്നാണ് അവളുടെ പേര്.